മൂന്നാമതൊരു തവണ കൂടെ ഇടതുമുന്നണി സർക്കാർ, CPM നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ ഭരണത്തിൽ വരുമെന്ന് ഈ തദ്ദേശ ഇലക്ഷൻ വരെ അവർക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു. അവർ മനസ്സിൽ അങ്ങനെയാണ്, ഞങ്ങൾ തന്നെ വരും മൂന്നാമതൊരു തവണ കൂടെ. സാർ, അങ്ങനെ അവർക്കൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പറയാൻ അവർ അന്ന് പറഞ്ഞ പേര് തന്നെ ഇപ്പോഴും പറയുന്നു, പിണറായിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പിണറായിയെ ഞങ്ങൾ ക്യാപ്റ്റനായി കാണിക്കും, പിണറായി നയിക്കും എന്ന് പറയുമ്പോൾ, പിണറായി നയിക്കുമ്പോൾ അത് കോൺഗ്രസ്, ഇന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പിണറായി നയിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വൻ നേട്ടമായി തീരും എന്നൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന് എന്ത് തോന്നുന്നു? ഇത് അറിഞ്ഞുകൊണ്ട് പിണറായിക്ക് പണി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തല വെച്ചു കൊടുക്കുന്നതാണോ എന്നൊക്കെ ഒരു നമ്മൾ നാടൻ ഭാഷയെ പറയുമല്ലോ, എന്ത് തോന്നുന്നു സാർ? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ഒരു കണക്കൂട്ടൽ ഇപ്പം മാത്രമല്ല നേരത്തെയും മൂന്നാം ഊഴത്തിന് ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാം ഊഴത്തിന് ശ്രമിക്കുമ്പോൾ മൂന്നാം ഊഴത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടാണ് മൂന്നാം ഊഴം എന്ന് പറയുന്ന പേര് വരുന്നത്. കാരണം പിണറായി വിജയൻ്റെ മൂന്നാമത്തെ ഭരണം, പിണറായി വിജയൻ്റെ മൂന്നാം സർക്കാർ, അങ്ങനെ മൂന്നാം ഊഴം വിജയിക്കും എന്നതായിരുന്നു പാർട്ടിയുടെ പൊതുവായിട്ടുള്ള കണക്കൂട്ടലായിരുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് അവരുടെ എല്ലാ കണക്കൂട്ടലുകളെയും അടിച്ചു പൊളിച്ചു തകർത്ത് കളഞ്ഞു. കാരണം ഇങ്ങനെയല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നല്ല വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ്. കാരണം തോൽക്കാനായിട്ട് ഞങ്ങൾ മോശമായ രീതിയിൽ ഭരണം നടത്തുന്നില്ലല്ലോ എന്നതാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണമായിരുന്നു. പക്ഷേ എന്താണ് ഭരണം, എങ്ങനെയാണത് മോശമായി തീരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർവചനമോ കാഴ്ചപ്പാടോ CPMൻ്റെ നേതൃത്വത്തിന് ഇപ്പോൾ ഇല്ല. എന്താണ് ഈ ഭരണം കൊണ്ട് അവർ, അല്ലെങ്കിൽ ഗവേണൻസ് കൊണ്ട് അവരെന്താണ് അർത്ഥമാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ക്ഷേമ പദ്ധതികൾ ചിലതെല്ലാം നടപ്പിലാക്കുന്നു. പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയാക്കി, അത് വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നമ്മളുടെ കൈകളിൽ വന്ന് ചേരും എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? വിചാരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രധാനമായിട്ട് ഉയർന്ന എതിർവാദം, അല്ലെങ്കിൽ ഈ പാർട്ടിക്കും അതേപോലെ തന്നെ ഈ സർക്കാരിനും എതിരായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് എല്ലാം പിണറായിയുടെ കയ്യിൽ ഒതുക്കുന്നു എന്നുള്ളതാണ്. പിണറായിയാണ് എല്ലാം. ആ പിണറായി ചിലപ്പോഴൊക്കെ ശരിയായിരിക്കും, ചിലപ്പോഴൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്യുന്ന സമയത്ത് പിണറായിയെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം നിലവിലില്ല. പാർട്ടിക്കില്ല, സർക്കാരിനുമില്ല. അങ്ങനെ പിണറായിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന തരത്തിൽ ഒരു പിണറായിയുടെ താന്തോന്നിത്ത ഭരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പല സമയത്തും ഈ ഭരണം ചാഞ്ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അതിലേറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ബഹുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന എതിർപ്പിൻ്റെ കാലം എന്ന് പറയുന്ന നവകേരള യാത്രയുടെ കാലമായി. അന്ന് ആ ബസ്സിൻ്റെ മുന്നിൽ പ്രതിഷേധിക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ പൂച്ചട്ടി അടക്കമുള്ള, ഹെൽമെറ്റ് അടക്കമുള്ള, ഇരുമ്പ് ലാത്തി അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു. അങ്ങനെ മർദ്ദിച്ചപ്പോൾ അതിനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നത് ഒരു രക്ഷാപ്രവർത്തനം എന്നാണ്. അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ചതോടുകൂടി എന്തു സംഭവിച്ചു? അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അഭിപ്രായം കുറച്ചും കൂടി കനം വെച്ചു. പിന്നീട് എന്താണ്, അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലൊക്കെയുള്ള കറുത്ത കൊടികളൊക്കെ എടുത്തുകൊണ്ടു. കാരണം കറുപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വിപ്രതിപത്തി പോലീസുകാർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ കറുപ്പ് ധരിച്ചു പോകുന്ന ആളുകളെ വരെ പിടികൂടുന്നു. കറുപ്പ് മുഖംമൂടി വെച്ചിരിക്കുന്ന ആളുകളുടെ മുഖംമൂടി അഴിച്ചു മാറ്റുന്നു, അവർക്കെതിരെ കേസെടുക്കാനായിട്ട് ശ്രമിക്കുന്നു, കറുപ്പിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം ഓരോരോ ദിവസവും പിണറായി എന്ന് പറയുന്ന ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റനെതിരെ ഉയർന്നു വന്ന എതിരഭിപ്രായമാണ്. അതിൻ്റെ ഒരു കൂട്ടമാണ് അവസാനം പിണറായി വിരുദ്ധത എന്ന നിലയ്ക്ക് പിണറായിക്കെതിരായിട്ടുള്ള ഒരു വലിയ ആരോപണമായിട്ട് ഉയർന്നു വന്ന് പിണറായി പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ആഭ്യന്തര വകുപ്പും എന്ന് പറയുന്നത് നിരന്തരം ഇടതുപക്ഷ സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു ചീത്തപ്പേരുണ്ടാവുന്നു, അടുത്ത ദിവസം വേറെ ചീത്തപ്പേരുണ്ടാവുന്നു. അങ്ങനെ ഓരോ ദിവസവും ചീത്തപ്പേരുകൾ ഇങ്ങനെ കുന്നുകൂടി ചീത്തപ്പേരുകളുടെ ഒരു വലിയ കൂമ്പാരം ഉയർന്നു. അപ്പോഴും പാർട്ടിയും അതേപോലെ തന്നെ നേതൃത്വവും ഒന്നും അത് കണ്ടതായി ഭാവിച്ചില്ല എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വത്തിനൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട CPM യൂണിറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എല്ലാത്തിനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ CPMനെ നയിക്കാനോ തെറ്റുതിരുത്താനോ നടത്താനോ ഒന്നും കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് യാതൊരു ശേഷിയുമില്ല എന്നുള്ളതാണ്.
പിന്നെ പഴയ കാലത്ത് കേന്ദ്ര കമ്മിറ്റിയൊക്കെ പ്രൗഢമായിരുന്നു. കാരണം അതിനകത്തുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വളരെ ശക്തരായിരുന്നു. അവർക്ക് ഒറ്റയ്ക്ക് പോരാടാനായിട്ട് ഒറ്റയാൾ പട്ടാളങ്ങൾ തന്നെയായിരുന്നു. പിണറായിക്കെതിരെ സംസാരിക്കുകയും അതേപോലെ തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സംവിധാനം അന്നുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് പിണറായി പറയുന്നത് കേൾക്കുന്ന പിണറായിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും. സ്വന്തം ബ്രാഞ്ച് കമ്മിറ്റി. അതാണ് മാറിക്കുക. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രം ഇരിക്കുന്ന ആൾ. ത്രിപുര പോലുള്ളങ്ങളിൽ ഒരാളൊക്കെ പാർട്ടിക്ക് പേരിനുള്ളതായിരിക്കും അല്ലേ CC-യിലൊക്കെ? അല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനായിട്ട് CPM വരുമ്പോൾ CPM എങ്ങനെ മത്സരിക്കും എന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ ക്യാപ്റ്റനായിട്ട് മത്സരിപ്പിക്കാനേ പറ്റുകയുള്ളൂ. കാരണം മറ്റൊരു ക്യാപ്റ്റൻ ഇല്ല. നോ ആൾട്ടർനേറ്റീവ്. പാർട്ടിയിൽ നിങ്ങളുടെ ആരുടെ പേരാണ് ഉയർത്തി കാണിക്കാനായിട്ട് പോകുന്നത്? ശൈലജ ടീച്ചറുടെ, അതേപോലെയുള്ള ആരുടെയെങ്കിലും, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ്റെ. CPM-നുള്ള 2 ഓപ്ഷനാണ്. ഒന്ന്, ഞങ്ങൾ സ്ത്രീകളെ മുഖ്യമന്ത്രിയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ എന്ത് ചെയ്യുക, പ്രധാന കഥാപാത്രമാക്കിയിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാം. രണ്ടാമത്, ഞങ്ങളൊരു ദളിതനെ മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞ് രാധാകൃഷ്ണനെ മുന്നിൽ നിർത്തിയിട്ട് മത്സരിക്കാം. ഈ 2 ഓപ്ഷൻ അവരുടെ മുന്നിലുണ്ട്. സാധ്യതയുണ്ടോ? അവർ നോക്കുന്ന സമയത്ത് സാധ്യതകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യത എങ്ങനെയുണ്ടാവണം? ആ 2 വ്യക്തികളിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഭരണം കൊടുക്കാനായിട്ട് ആളുകൾ തയ്യാറാവും. പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ വെറുത്ത് CPM-കാരും CPM അനുഭാവികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്ത് CPM പരാജയപ്പെടുത്തിയത്. ഈ തദ്ദേശത്തിൽ ഈ ഇതിൽ കാരണം കോൺഗ്രസിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അല്ല, കോൺഗ്രസ് ചുമ്മാ ഇങ്ങനെ നടക്കും. ഈ പിണറായിക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ വീഴുമ്പോൾ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്യും? അധികാരത്തിൽ വരും. പിണറായിക്കെതിരെ വോട്ട് വീഴുമ്പോൾ അത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരും. അത്രേ ഉള്ളൂ. കോൺഗ്രസ് ഇസ് നത്തിങ് ഇവരുടെ മുമ്പിൽ. കാരണം സംഘടനാപരമായ സംവിധാനമില്ല. ഒരു ഇഷ്യൂസ് ഏറ്റെടുത്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ സമരം ചെയ്യുന്നൊരു സംവിധാനമില്ല. അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ഭരണം കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഉടനെ തന്നെ ഇവർ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നും പറഞ്ഞിട്ട് അടി തുടങ്ങും. അങ്ങനെ അവരുടെ പാളയത്തിൽ എപ്പോഴും പട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള സംവിധാനം. അതൊന്നും ആൾ നോക്കുന്നില്ല. നിങ്ങൾ പടയടിക്കുക, ബഹളം ഉണ്ടാക്കുക, എന്ത് വേണമെങ്കിലും ഇവരെ ഞങ്ങൾ പൊളിക്കുകയാണെന്നും പറഞ്ഞിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്കെതിരെ വോട്ട് ചെയ്യണം. അത്രയും തൊഴിൽ സംഭവം. അപ്പോൾ പിണറായിനെ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് മത്സരിപ്പിക്കുമ്പോൾ അത് ശരിയാണ്. 2 തരത്തിലേ ശരിയാണ്. ഒന്ന്, ഈ സർക്കാരിനുള്ള അംഗീകാരം കിട്ടുകയാണെന്ന് വെച്ചാൽ പിണറായി തന്നെ വരട്ടെ. അതല്ല, ഇതിനെ തോൽപ്പിച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് CPM-ന് ഗുണകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് വേണമെങ്കിൽ മൂന്നാമതും പിണറായി തന്നെ ക്യാപ്റ്റനായിട്ട് ഞങ്ങൾ മത്സരിക്കും എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ പാർട്ടി അണികളും പാർട്ടിയുടെ ഒരുവിധം ഭേദപ്പെട്ട ബോധമുള്ള നേതാക്കളൊക്കെ കരുതുന്നതെന്ന് വെച്ചാൽ ഇത് പിണറായിക്കൊരു പണിയായിരിക്കും എന്ന് തന്നെയാണ്. അതാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം തോറ്റ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് പുനർനിർമ്മാണത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതല്ലാതെ വീണ്ടും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നേതാക്കളും നേതൃത്വവും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ തങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അതുകൊണ്ട് ഇനിയൊരു ഭരണം കിട്ടിയാൽ ഈ ചെയ്ത പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യാം, ഇതിനേക്കാൾ കുറച്ചും കൂടി വഷളായ രീതിയിൽ നടത്തി ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ അത് ജനം തീരുമാനിക്കും. ജനത്തിൻ്റെ മുന്നിൽ ഉള്ള സംവിധാനം ഇതാണ്. ആ സംവിധാനത്തിനകത്ത് അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് സഹായകരമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും പിണറായിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി അവർ അഭിസംബോധന ചെയ്യാനായിട്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, പിണറായി എന്ന ഒഴിയാബാധയെ ഇവർ കാരണഭൂതൻ എന്ന് പറഞ്ഞെങ്കിൽ പിണറായി എന്ന ഭൂതത്തെ ഇവർ പാർട്ടിയിൽ നിന്ന് ഒഴിപ്പിച്ച് വിടാനുള്ള ഒരു തന്ത്രം കൂടെയാണ്. അല്ല, പാർട്ടിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. വേറെ ആരെ വെച്ചിട്ട് മത്സരിക്കാൻ? പാർട്ടി ജയിക്കും എന്ന് പറയുന്ന ഒരു ഭൂമി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശൈലജ ടീച്ചറെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണനെ ഒക്കെ അവരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, മത്സരിപ്പിക്കാം. ഒറ്റയ്ക്കൊരു തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശേഷിയൊന്നും ശൈലജ ടീച്ചർക്കോ അല്ലെങ്കിൽ രാധാകൃഷ്ണനോ ഇല്ല. ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശേഷിയുള്ള പിണറായി വിജയന് ആ ശേഷി അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 10 വർഷക്കാലമായിട്ടുള്ള ഭരണ പ്രക്രിയയിലൂടെ അത് നശിപ്പിച്ചെടുത്തു. ഏതായാലും ആ ഒരു ബാധയെ ഒഴിവാക്കി വിടാനുള്ള ഒരു തന്ത്രം എന്നുണ്ടെങ്കിൽ പറയാം. പാർട്ടിയിൽ അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്ന ഒരു ഒഴിയാ ബാധയുണ്ട്. അല്ല, പാർട്ടിക്ക് വേറെ മാർഗമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിക്ക് പിണറായി വിജയനെ ക്യാപ്റ്റനായിട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകും. സംഘടന വേണമെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തണം. അല്ല, സംഘടന അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. മനസ്സിലായി. എന്നുവെച്ചാൽ പിണറായിയെ തിരുത്താൻ പിണറായി തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ പതുക്കെ അത് തിരുത്തി ശരിയാക്കി എടുത്തോളും. അതിനാവശ്യമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും അതിൻ്റെ വഴി ഉണ്ടാകുന്നത്.